ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. പക്ഷേ ഈ അടുത്ത സമയത്ത് വരുന്ന വാർത്തകൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ്. വളരെയധികം പ്രശസ്തമാണ് അവിടുത്തെ പ്രസാദം, ലഡു. ഏറ്റവും വലിയ ലഡുവാണ് അവിടുന്ന് കൊടുക്കുന്നത്. അപ്പം ഏകദേശം 3 ലക്ഷത്തിലധികം വർഷം തോറും അവിടുന്ന് ലഡു വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തെ അവിടുത്തെ പ്രതിവർഷ വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ 500 കോടി രൂപയാണ് ഈ ഒറ്റ ലഡു വിൽപ്പനയിൽ നിന്നും ആ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ പ്രസാദം എന്ന രീതിയിൽ ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ഈ ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. പന്നിക്കൊഴുപ്പ്, മത്സ്യ എണ്ണകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ലഡു ഉണ്ടാക്കുന്നത് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് വിതരണം ചെയ്ത പ്രസാദത്തിൽ പുളിപ്പ് അനുഭവപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന നെയ്യിൽ പാം ഓയിൽ, പന്നിക്കൊഴുപ്പ്, ബീഫ് ഡാലോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഈ ലഡു ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് മുന്നോട്ട് വന്നത്. അപ്പം ഇങ്ങനെ ഒരു അഴിമതി ക്ഷേത്രത്തിൻ്റെ പേരിൽ ഭക്തജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്നു, ഇതൊരു ആരോപണമാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. സയൻറ്റിഫിക്കലി ഈ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നന്ദി നെയ്യ് എന്നാണ് പറയുന്നത്. ആ നന്ദി നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഈ ലഡു നിർമ്മിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പന്നിക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പം ചന്ദ്രബാബു നായിഡു ഈ പ്രശ്നത്തെ മുൻനിർത്തി ജഗൻമോഹൻ റെഡ്ഡിയെയാണ് വിമർശിക്കുന്നത്. അപ്പം അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന സമയം തൊട്ടേ ഇങ്ങനെ പന്നിക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രബാബു നായിഡു ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണെന്നാണ് അവിടെയുള്ള ഒരു പറ്റം വിമർശകർ പറയുന്നത്. അതിൻ്റെ പേരിൽ ജഗൻമോഹൻ റെഡ്ഡിയെ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഹിന്ദു വിശ്വാസത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പദവിയായാലും എന്തായാലും ഭരണാധികാരികളായാലും ആരായാലും മുച്ചോടെ തകർക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ഒരാളുടെ ഭക്തിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പം വീണ്ടും ഇനി ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. വീണ്ടും ഒരു ഭക്തജനങ്ങളെ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പ്രശസ്തമായ തിരുപ്പതി ലഡുവിൽ ഇത്രത്തോളം മായം ചേർത്തിട്ടാണ് ഭക്തജനങ്ങളെ പറ്റിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഭക്തർ തിരിയും. ഇത്രയും ഒരു അഴിമതി കാണിച്ചു കഴിയുമ്പം അത്രയും ജനങ്ങളെ അത് വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ. അപ്പം രാഷ്ട്രീയപരമായുള്ള മുതലെടുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ജഗൻമോഹൻ റെഡ്ഡി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആരോപണം തെറ്റാണെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. അപ്പം നിലവിൽ ചന്ദ്രബാബു നായിഡും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ളൊരു പോർവിളിയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നത് വെറും ഒരു ആരോപണം മാത്രമാണ്, ഇതിന് മതിയായ തെളിവുകളൊന്നുമില്ല എന്നൊക്കെ രീതിയിലുള്ളൊരു വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഇപ്പോൾ വലിയ രീതിയിൽ രാജ്യമൊട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് തിരുപ്പതി ലഡുവിൻ്റെ വിഷയം. അതുമാത്രമല്ല, അയോധ്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു വലിയ ഒരു എതിർപ്പ് വന്നിട്ടുണ്ട്. അതായത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സമയത്ത് ഇത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഈ തിരുപ്പതി ലഡു വിതരണം ചെയ്തിരുന്നു. അപ്പോൾ പ്രാണപ്രതിഷ്ഠാ സമയത്ത് അയോധ്യയിൽ തിരുപ്പതി ലഡു വിതരണം ചെയ്തത്, അതും പന്നിക്കൊഴുപ്പടങ്ങിയ മൃഗക്കൊഴുപ്പടങ്ങിയ ലഡു വിതരണം ചെയ്തത് സനാതന ധർമ്മത്തിനെതിരാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അയോധ്യയും കൂടെ കളങ്കപ്പെടുത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഉള്ള അധികാരികൾ മുന്നോട്ട് വന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിനെതിരെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു മൃഗക്കൊഴുപ്പ് അടങ്ങിയ ഭക്ഷ്യ സാധനം ഭക്തർക്ക് വിതരണം പ്രസാദം എന്ന പേരിൽ ഭക്തർക്ക് വിതരണം ചെയ്യുന്നതിലൂടെ ജനങ്ങളെ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ലേ? ഒത്തിരി നാൾ ഒരു ലഡു ഈ ഉണ്ടാക്കുന്നത് ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഭക്തർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി നാൾ ഇരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രസാദങ്ങളൊക്കെ ഇവർ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലൊന്നും അത്രത്തോളം ജനങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ പ്രസാദങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നില്ല. പക്ഷെ തിരുപ്പതിയിൽ അങ്ങനെയല്ല. ദിവസേന ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ജനങ്ങളാണ് വന്ന് മടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടെ വന്ന് മടങ്ങുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം വിധേയമായിരിക്കുന്നത്. പക്ഷെ ആ ഒരു ആരോപണം വന്നതുകൊണ്ട് മാത്രം ജഗൻമോഹൻ റെഡ്ഡിയെ പറയുന്നതിലൊരു അർത്ഥമില്ല. കാരണം സ്വാഭാവികമായും ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് തന്നെയാണ് ആ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക. ഒരു സംസ്ഥാനത്ത് നല്ലൊരു കാര്യം വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കുകയും എന്നാൽ അതേസമയം ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ
ഒരു നല്ലൊരു രീതിയിലല്ലാത്തൊരു രീതിയിലുള്ളൊരു സംഭവം വരുമ്പോൾ അത് എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരാളെ വിമർശിക്കുന്നത് നല്ലൊരു പ്രവണതയായി കാണാവുന്നതല്ല. പിന്നെ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുമായിട്ട് വർഷങ്ങളോളം നീളുന്ന ഒരു വ്യക്തിവൈരാഗ്യം അവരുടെ ഇടയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് ഒരിക്കലും ജഗൻമോഹൻ റെഡ്ഡി അല്ല. കാരണം അദ്ദേഹത്തിന് ചന്ദ്രബാബു നായിഡുവിന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിന്മേൽ നേരത്തെ തന്നെ ആക്ഷൻ എടുക്കണമായിരുന്നു. അല്ലാതെ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ മാത്രം ജഗൻമോഹൻ റെഡ്ഡി ആരോപിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഇപ്പോൾ എന്തായാലും കേന്ദ്രമന്ത്രി സംസ്ഥാനത്തിൻ്റെ പ്രധാന അധികാരിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എങ്കിലും ഇത് സനാതനധർമ്മത്തിനെ ബാധിക്കുന്നു എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ആരോപണം വന്നേക്കുന്നത്. എന്തു തന്നെയായാലും ഇതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പിന്നെയുള്ളത് അയോധ്യയിലേക്ക് തിരുപ്പതി ലഡുകൾ കൊടുത്തയച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ അയോധ്യയിലേക്കായാലും എവിടെയായാലും ഇത്തരത്തിൽ പല സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്തായാലും അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാതെ ഒരിക്കലും കയറ്റി വിടാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്തരത്തിൽ വലിയൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉണ്ടോ, അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ കൊടുത്തേക്കുന്ന സാധനം അവർ ചെക്ക് ചെയ്യാതെ ഒരിക്കലും അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കാതെ ആയിരിക്കില്ല കാണുന്ന ഒരു പ്രസാദത്തെ അവർ എടുക്കുക. പ്രസാദം അതിൽ എന്ത് ഭക്ഷണ വസ്തു ആയാലും. അപ്പോൾ അത് അവിടെയും ചെക്ക് ചെയ്തതിൻ്റെ വീഴ്ച തന്നെയാണ്. അപ്പോൾ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും അവിടെ പ്രധാനപ്പെട്ട അധികാരികൾ ചെക്ക് ചെയ്യണമായിരുന്നു കൊണ്ടുവരുന്ന സാധനങ്ങളിൽ എത്രത്തോളം പ്യൂരിറ്റി ഉണ്ട്, എത്രത്തോളം. കാരണം ഇത് ഭക്ഷിക്കുന്ന ജനങ്ങളായാലും മറ്റ് അവിടെയുള്ള പൂജാരികളായാലും ആരൊക്കെ തന്നെയായാലും അവരുടെ ആരോഗ്യത്തിന് സുരക്ഷ വരുത്തണം. അപ്പോൾ അവിടെയുള്ള അധികാരികൾക്ക് വന്ന വീഴ്ചയാണ്. വന്ന തിരുപ്പതിയിൽ നിന്ന് ഉള്ള പ്രസാദമാണെങ്കിലും അതിലെത്രത്തോളം പ്യൂരിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാത്തത് അവിടെയുള്ള അധികാരികളുടെ വീഴ്ചയാണ്. പിന്നെയുള്ള തിരുപ്പതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വീഴ്ചയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ്. ഇനി വേണ്ടത് ഇങ്ങനൊരു മൃഗക്കൊഴുപ്പുകൾ ആഡ് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള വേറൊരു രീതിയിലുള്ള മായം കലർന്ന എണ്ണകൾ ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനാവുക. ഇതിപ്പം തിരുപ്പതിയിലെ മാത്രം അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മുടെ കേരളത്തിലെ സംഭവം എടുത്താലും കേരളത്തിൽ പണ്ട് ശബരിമലയിൽ അരവണയ്ക്കകത്ത് എലിയുടെ വാല് കിടന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ളൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും ഈ ശബരിമലയും അതുപോലെ തന്നെ വളരെയധികം പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പലതരം രീതിയിൽ പേര് കേട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല. പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ കയറി ഇറങ്ങുന്ന ശബരിമലയിൽ കൊടുത്തിരുന്ന പ്രസാദത്തിലും ഇതേ മായം കലർന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഒരു ദിവസം ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ വന്നു പോകുന്ന പ്രമുഖമായിട്ടുള്ള ഹോട്ടലുകളിൽ നമ്മൾ റെയ്ഡുകൾ നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള മോശം വസ്തുക്കളൊക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെ പിടിച്ചെടുക്കാറുണ്ട്. ഉണ്ടാക്കുന്ന അന്തരീക്ഷം സുരക്ഷിതമല്ല അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിലെല്ലാം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പിടിച്ചെടുക്കാറുണ്ട്. പക്ഷെ അതേ ഒരു പ്രവണത ക്ഷേത്രങ്ങളിലേക്കോ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളോ ഉള്ള ഈ ഒരു ആരാധനാലയങ്ങളിലേക്ക് വരുമ്പോൾ അത് നടപ്പിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കുറേ ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെയും കൂടെ കൃത്യമായി ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ ഒരു ടെസ്റ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റെയ്ഡല്ല അത്തരത്തിലൊരു നിരീക്ഷണം ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു കൂട്ടമല്ല ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന വലിയ വലിയ ക്ഷേത്രങ്ങൾ ശബരിമല ആയാലും തിരുപ്പതി ആയാലും ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു പോകുന്ന ഒരു ക്ഷേത്ര പരിസരത്ത് ഇത്രത്തോളം ഹീനമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് വിതരണം ഭഗവാന്റെ പേരിൽ സമർപ്പിക്കുന്ന പ്രസാദത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഇപ്പോൾ എലിവാലായാലും പന്നിക്കൊഴുപ്പായാലും ഇതെല്ലാം മായം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നവർക്ക് ഗുണമേന്മയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെ പല രീതിയിലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഒരു രീതിയിൽ അങ്ങനെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെയും ബാധിക്കുന്നുണ്ട്. അതല്ല വിശ്വാസങ്ങളുടെ പേരിൽ പറയുകയാണെങ്കിൽ അതും ബാധിക്കുന്നുണ്ട്. അതായത് മത്സ്യമാംസാദികൾ ക്ഷേത്രത്തിൽ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഭാരതത്തെ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ക്ഷേത്രങ്ങളായാലും മറ്റ് ചർച്ചുകളായാലും മുന്നിലേക്ക് വയ്ക്കുന്ന ഒരിക്കലും വിശ്വാസത്തെ അല്ല ഒരു ബിസിനസ് സ്ട്രാറ്റജിയിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാരെ വരുത്താം, വിശ്വാസത്തെ വിറ്റ് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തിരുപ്പതി ഭഗവാനെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും ആൾക്കാരെ വിളിച്ചു എത്തുമ്പോൾ പ്രസാദം എന്ന രീതിയിൽ ഇത്രയും ലക്ഷക്കണക്കാன ആൾക്കാർക്ക് പ്രസാദം എന്ന് പറഞ്ഞ് നൽകുന്നത് ഫ്രീയോടെ അല്ല,
പൈസ കൊടുത്ത് തന്നെയാണ് അവര് വിശ്വാസികൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഇത്രയും ജനങ്ങൾക്ക് അതാണ് ഫുഡ് വിൽക്കുക. 500 കോടി രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ എത്ര 3 ലക്ഷം ലഡു ആണ് ഒരു വർഷം അവര് വിൽക്കുന്നത്. അപ്പം 500 കോടി രൂപ തന്നെ അമ്പലത്തിന് തന്നെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന കൂട്ട് ശബരിമലയിലായാലും അരവണ പായസം വെറുതെ കൊടുക്കുന്നതല്ല, പൈസ കൊടുത്തിട്ട് തന്നെയാണ് പ്രസാദ വിതരണം ചെയ്യുന്നത്. അതും കോടിക്കണക്കിന് രൂപ അതിനും ആ ഒരു വകയിലും അവിടെ വിശ്വാസത്തിനേക്കാൾ ഉപരി ജനങ്ങളെ നമ്മൾ നോക്കേണ്ടത് ഭക്തിയാണ് ജനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ. ഇനിയിപ്പോൾ അതിനകത്ത് എലിവാല് കടന്നാലും പന്നിക്കൊഴുപ്പുണ്ടാക്കിയാലും ഇനിയും ജനങ്ങൾ വീണ്ടും ആ ഒരു ഭക്തിയുടെ ആ ഒരു പവറാണത്. വീണ്ടും വീണ്ടും ജനങ്ങൾ വന്ന് അതേ അവിടെ വിശ്വാസത്തിന്റെ പവർ ഇവിടെ. അതെ, അത് തന്നെയാണ് ഭക്തി ഉണ്ടെങ്കിലുള്ള വിശ്വാസമുള്ളിടത്താണല്ലോ ഭക്തി കൂടുന്നത്. അപ്പം ആ ഒരു പവറിലാണ് വീണ്ടും വീണ്ടും വന്ന് അത് തന്നെ വാങ്ങിക്കൊണ്ട് പോയി അത് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അത് ശരീരത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഭഗവാനിൽ നിന്നും കിട്ടുന്ന പ്രസാദമാണിത് എന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ടുപോകാണ്. അത് കൊടുക്കുന്നവർക്കോ ഇല്ല. അപ്പം നമ്മളുടെ അധികാരികൾ തന്നെയാണ് അതിൻ്റെ അത് ചെയ്യേണ്ടത്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അഴിമതികൾ നടക്കുന്നത്. അപ്പം സാധാരണ ഒരു ചെറിയ അമ്പലത്തിലും അല്ല, ഇപ്പം ലക്ഷോപലക്ഷം ആൾക്കാർ വരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരുന്ന അമ്പലത്തിൽ ഇത്രത്തോളം അഴിമതികൾ നടക്കുമ്പോൾ അത് എത്രത്തോളം പരിതാപകരമാണെന്ന്. അതിപ്പോൾ ഏത് രീതിയിൽ അത് രാഷ്ട്രീയപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, ഭക്തിയുടെ പേരിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഏത് രീതിയിലാണെങ്കിലും മനുഷ്യനെ സർക്കാർ ഇടപെട്ടേ പറ്റും. ഈ ഒരു അവസ്ഥയിൽ വഴുതി മാറാൻ, ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഒരിക്കലും അവിടുത്തെ സർക്കാരിന് വഴുതി മാറാൻ കഴിയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രസാദം ഉണ്ടാക്കുന്ന ഒരു അമ്പലത്തിൽ ആ ഉണ്ടാക്കുന്ന അന്തരീക്ഷം അല്ലെങ്കിൽ സാഹചര്യം അത്രയും സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായും സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാതെ അവർക്ക് അതിൽ വീഴ്ച പറ്റി എന്നുള്ളതിന് പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കുകയല്ല ഇവിടെ, അത്തരത്തിലൊരു രാഷ്ട്രീയമല്ല ഇവിടെ എടുക്കേണ്ടത്.